स्तुति करना, आराधना करना मुझे आनंद है। स्तुति करना, आराधना करना मुझे आनंद है। प्रार्थना और भजन मनन करना मुझे आनंद है। प्रार्थना और भजन मनन करना मुझे आनंद है। स्तुति करना, आराधना करना मुझे आनंद है। स्तुति करना, आराधना करना मुझे आनंद है। प्रार्थना और भजन मनन करना मुझे आनंद है। प्रार्थना और भजन मनन करना मुझे आनंद है। पापों से उसने मुझे छुड़ाया, मुझे आनंद है। पापों से उसने मुझे छुड़ाया, मुझे आनंद है। अपना लहू से धोकर मुझे शुद्ध किया, मुझे आनंद है। अपना लहू से धोकर मुझे शुद्ध किया, मुझे आनंद है। स्तुति करना, आराधना करना मुझे आनंद है। स्तुति करना, आराधना करना मुझे आनंद है। प्रार्थना और भजन मनन करना मुझे आनंद है। प्रार्थना और भजन मनन करना मुझे आनंद है। പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനം വായിക്കാം. 1 ശമൂവേലിൻ്റെ 1-2 വാക്യങ്ങൾ. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 1 വേഴ്സസ് 2. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കോ മക്കളില്ലായിരുന്നു. നമുക്ക് വചനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥനയോടായിരിക്കാം. ഈ വചനത്തിൽ കൂടി നമുക്ക് ആവശ്യമായ ആലോചന ദൈവം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വളരെ ഭക്തിയോടായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കോ മക്കളില്ലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണിത്, ഒരു ഭാഗമാണ്. എന്നാൽ പെനീന എന്ന് പറയുന്ന എൽക്കാനയുടെ ഭാര്യ പരിഹാസിയും ഹന്ന പ്രാർത്ഥിക്കുന്നവളുമായിരുന്നു. ഇത് അവർ തമ്മിലുള്ള വ്യത്യാസം. പരിഹാസിയായ പെനീനായ്ക്ക് ഒന്നിനൊരു കുറവില്ല, മക്കളെ ഇഷ്ടം പോലെ കൊടുത്തു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഹന്നായ്ക്ക് മക്കളെ കൊടുത്തില്ല. അവളുടെ പ്രതിയോടെ പരിഹാസം കേട്ട് സഹിക്കവയ്യാതെ കരഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. അവളുടെ സന്തോഷമെല്ലാം പോയി. എന്നാൽ അവളുടെ പ്രാർത്ഥന അവൾ നിർത്തിയില്ല. അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. മനുഷ്യരവളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവൾ ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്നു നിന്നു. എൽക്കാന എന്ന ഭർത്താവിന് ഹന്നയോടായിരുന്നു കൂടുതൽ സ്നേഹം. അവൾ അവന് കുഞ്ഞുങ്ങളെ കൊടുക്കാതിഞ്ഞിട്ടും എൽക്കാനയുടെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. അവൻ അവളെ എപ്പോഴും ആശ്വസിപ്പിച്ചു. എൽക്കാന അവളോട് ചോദിക്കുകയാണ്, ഹന്നെ, നീ എന്തിനു കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്ന എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? എൽക്കാനയുടെ സ്നേഹമാണ് അവളെ പിടിച്ചു നിർത്തിയത്, അവൾക്ക് താങ്ങായത്. അവളുടെ പ്രാർത്ഥനയിൽ എൽക്കാനയെ ദൈവം രൂപപ്പെടുത്തിയെടുത്തു എന്ന് മനസ്സിലാക്കാം. ആ വീട്ടിലെല്ലാവരും അവൾക്ക് ശത്രുക്കളായി മാറിയപ്പോൾ എൽക്കാനയുടെ അമിതമായ സ്നേഹം അവളെ ജീവിക്കാൻ പിന്നെയും പ്രേരിപ്പിച്ചു, പ്രാർത്ഥിക്കാനുള്ള ഉത്സാഹം കൂട്ടി. എൽക്കാന എന്ന വ്യക്തിയെ നാം അവിടെ മനസ്സിലാക്കുന്നത് അവനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അവൻ്റെ ഭാര്യയായ ഹന്നയെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നതാണ് വലിയ കാര്യം. അവളിൽ ഏതോ പ്രത്യേകതകളൊക്കെ അവൻ കണ്ടു എന്ന് മനസ്സിലാക്കാം.
അവൾ നിഷ്കളങ്കയും ദൈവഭക്തയുമായ സ്ത്രീയായിരുന്നു. ദൈവത്തിന് അവളിൽ എന്തോ ഉദ്ദേശമുണ്ട് എന്ന് അവൻ ഉറപ്പായി. ഒരു ദൈവഭക്തയായ സ്ത്രീക്ക് ഒരു നിന്ദ ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം ഒരു ദൈവഭക്തന് മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയുള്ളൂ. എൽക്കാനയുടെ സ്നേഹം ഹന്നയെ തളർത്തിയില്ല. അവൾ പ്രാർത്ഥന ഒട്ടും കുറച്ചതുമില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക തകർച്ചകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഉപദേശങ്ങൾ പറഞ്ഞു തരാനും ധൈര്യപ്പെടുത്താനും ആരെയെങ്കിലും ദൈവം ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, സഭയിലുള്ളവരായിരിക്കാം, നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരായിരിക്കാം. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം വിടുവയ്ക്കും. നമ്മൾ വിശുദ്ധരായത് കൊണ്ടല്ല നിലനിൽക്കുന്നത് എന്നത് ഓർക്കുക. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് നമ്മിൽ പലരും ചിലപ്പോൾ ദൈവ വേല ചെയ്യുന്നവരായിരിക്കാം, സുവിശേഷ വേലകൾ ചെയ്യുന്നവരായിരിക്കാം, പല ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവഗിതമില്ലാതെ പലപ്പോഴും പ്രവർത്തിച്ചപ്പോഴും ആത്മീയ ജീവിതത്തിൽ തകരാതെ നിൽക്കുന്നത് ദൈവം കുടുംബത്തിലെ ചിലരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ വിശുദ്ധരായത് കൊണ്ടൊന്നുമല്ല. എന്നാൽ ദൈവഹിതമില്ലാതെ പ്രവർത്തിച്ച ആൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവം നീതിമാനായ ഒരു വലിയ ജഡ്ജിയായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ നാൾ വരും. അന്ന് ദൈവം ശിക്ഷാവിധി കൽപ്പിക്കും. അന്നാളിൽ എനിക്കും നിനക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ന്യായാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് നീതിയോടും ന്യായത്തോടും ദൈവം വിധിക്കും. അവിടെ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുകയില്ല. എന്നാൽ തെറ്റ് ചെയ്യുന്നവന് ഭൂമിയിൽ വെച്ച് ചിലപ്പോൾ ശിക്ഷ കിട്ടാതെ പോയെന്ന് വരാം. ഭൂമിയിലെ നിയമങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ദൈവം അവൻ്റെ പാവങ്ങളെ ക്ഷമിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അവൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പാവം ക്ഷമിച്ച് കിട്ടാനോ അവൻ്റെ ആത്മാവിന് വേണ്ടി ശാന്തി കിട്ടാനോ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ പ്രതിഫലവും ശിക്ഷയും ദൈവം കൊടുക്കും. ആരുടെയും പ്രാർത്ഥന അപ്പോൾ ദൈവം കേൾക്കുകയില്ല. ദൈവത്തിന് യാതൊരു എക്സ്ക്യൂസ് കൊടുക്കാൻ അപ്പോൾ പറ്റുകയില്ല എന്ന് വചനം നന്നായി പഠിപ്പിക്കുന്നു. ഹന്ന വളരെ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ കരഞ്ഞു അവൾ പ്രാർത്ഥിച്ചു. മന്ദിരത്തിൽ ഏലി പുരോഹിതൻ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ ദൈവത്തിനൊരു നേർച്ചയും നേർന്നു. ഒരു പുരുഷ സന്താനത്തെ ദൈവം തന്നാൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ദൈവം അവളുടെ വായിൽ നിന്ന് കേൾക്കാനാണ് ആഗ്രഹിച്ചത്. അവൾ ഉള്ളു തുറന്ന് ദൈവത്തോട് സംസാരിച്ചു. അവളുടെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞത് അതിനു വേണ്ടിയായിരുന്നു. ഹന്നായുടെ ഗർഭം അടച്ചത് ലോകത്തിലെ ഒരു ശക്തിയുമല്ല, ഒരു ശാപവുമല്ല, ഒരു സാത്താൻ്റെ ശക്തിയുമല്ല. ദൈവം അടച്ചു. ദൈവം അടച്ചാൽ അത് ദൈവത്തിന് മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ. ഹന്നയുടെ മേൽ ദൈവത്തിന് വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവളിൽ നിന്നും ഒരു ശമൂവേൽ പ്രവാചകനെ ദൈവം ആഗ്രഹിച്ചു. നമ്മുടെ നന്മകൾക്ക് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം വാതിൽ അടച്ചെങ്കിൽ ദൈവം തുറക്കും. അതിനുവേണ്ടി മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നാം ആയിത്തീരണം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചില പദ്ധതികളൊക്കെ നടപ്പാക്കണമെങ്കിൽ നാം ചില കഷ്ടതകളിൽ കൂടി നിന്ദകളിൽ കൂടിയൊക്കെ കടന്നു പോകണം. ശമൂവേൽ 1:12 വായിക്കുമ്പോൾ അങ്ങനെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. എന്നാൽ ഏലി അവളെ സംശയിച്ചു. ഹന്ന ഏലി പുരോഹിതനോട് ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അവളുടെ ഹൃദയം തകർന്നു പോയി. ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ കരയുന്നവളോട് പുരോഹിതൻ സംശയിക്കുന്നു. അവിടെ പുരോഹിതന് തെറ്റുപറ്റുകയാണ്. ഭക്തനെയും അഭക്തനെയും മനസ്സിലാക്കുവാൻ പുരോഹിതന് കഴിഞ്ഞില്ല. ഇന്ന് പലരും ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പുറമേ ഉള്ളത് നോക്കി ഒരു വിശ്വാസിയെയും കുറ്റം പറയാനും വിധിക്കാനും ശ്രമിക്കരുത്. വേഷവിധാനങ്ങളെ നോക്കിയോ മറ്റ് പുറമേ കാണിക്കുന്ന സ്വഭാവങ്ങളും മറ്റും കണ്ടോ ആരെയും കുറ്റം വിധിക്കരുത്. എന്നാൽ ഓരോരുത്തരുടെയും ഉള്ളങ്ങളെ നോക്കുന്നത് ദൈവമാണ്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ കണ്ണ് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേലിൻ്റെ 16:7 വായിക്കുന്നു. ഹന്നയെ ഒരു മദ്യപാനിയായി കുറ്റപ്പെടുത്തി
കാര്യമറിയാതെ കുറ്റപ്പെടുത്തുക, വിലയിരുത്തുക, ആരോപണം ഉന്നയിക്കുക, ശിക്ഷ വിധിക്കുക. ഓരോ മനുഷ്യരെയും ഉള്ളിലുള്ള വികാരങ്ങൾ, വിഷമങ്ങൾ, സങ്കടം, ദുഃഖം, വേദന, ആദി, നീറ്റൽ ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. ഏലിയുടെ വിലയിരുത്തലും ഹന്നായുടെ മാനസികാവസ്ഥയും തമ്മിലുള്ള അന്തരം എത്ര വലുതാണ് എന്ന് ഓർക്കുക. തെറ്റായ വിലയിരുത്തലുകളും കുറ്റപ്പെടുത്തലുകളും മൂലം എത്രയോ പേർക്ക് മാനസികമായി മുറിവേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ മാനസികാവസ്ഥയും വേദനകളും അതേ നിലയിൽ മനസ്സിലാക്കുന്ന ഒറ്റ ഒരാളെ ഉള്ളൂ ലോകത്തിൽ. അത് യേശു മാത്രമാണ്. വീണ്ടും ജനിച്ച ഒരാളിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവ് വസിക്കുന്നു. അവൻ്റെ ഉള്ള അവസ്ഥ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അല്പകാലത്തേക്ക് ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ട് തളർന്നു പോകരുത്. അത് നിന്നെ ഇല്ലാതാക്കാനല്ല, ചില ശ്രേഷ്ഠകരമായ നന്മകളിലേക്ക് ദൈവം നടത്താനാണ് എന്ന് മനസ്സിലാക്കുക. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിച്ചതുപോലെ ചില തീരുമാനങ്ങൾ അവൾ എടുത്തപ്പോൾ അവളുടെ ഗർഭം ദൈവം തുറന്നു. അവൾക്ക് ദൈവം കൊടുത്തത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പുരുഷ സന്തതിയെ, ഒരു ദൈവിക മനുഷ്യനെയാണ് ദൈവം അവൾക്ക് കൊടുത്തത്. ശമൂവേൽ 2:21 പിന്നെയും വായിക്കുകയാണ്. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു. 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. മക്കളില്ലാത്തുള്ളെന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ അവൾക്ക് ഇഷ്ടം പോലെ മക്കളെ കൊടുത്തു. അവളുടെ നിന്ദയെ ദൈവം മാറ്റി. അവൾ ശമൂവേൽ പ്രവാചകനെ പ്രസവിച്ചതുകൊണ്ട് ലോകം അന്നും ഇന്നും എന്നും അറിയുന്ന ഒരു പ്രാർത്ഥനാ വീരയാക്കി ലോക ജനതയ്ക്ക് തന്നെ ഒരു അപമാനമാക്കി ഹന്നയെ ദൈവം മാറ്റി. എന്നാൽ പരിഹസിച്ച എൽക്കാനയുടെ മറ്റേ ഭാര്യയായ പെനിന്നായെ ആരും അറിയില്ല. അവളും അവളുടെ സന്തതി എന്തു സംഭവിച്ചു എന്ന് വേദപുസ്തകം ഒന്നും പറയുന്നില്ല. 1 ശമൂവേൽ 2:1 ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറയുകയാണ്. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചത് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാക്കുന്നു. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെപ്പോലെ പരിശുദ്ധൻ ആരുമില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. അവൾ ദൈവത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം പറയുകയാണ്. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. ഇതൊക്കെ ഹന്ന പറയുന്ന കാര്യങ്ങളാണ്. യഹോവ ജ്ഞാനമുള്ള ദൈവം എന്ന് അവൾ പറയുകയാണ്. ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഒരു ഭക്തൻ എപ്പോഴും അവൻ്റെ സംസാരത്തെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവത്തിൽ ആനന്ദിക്കാനും ദൈവകരം അനുഭവിക്കാനും കഴിയട്ടെ. നമ്മുടെ കൊമ്പുകളും ദൈവം ഉയർത്തി നിർത്തട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് ഉറ്റിരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.